ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് വെക്കാൻ പോകുന്നത് കേരള സ്പെഷ്യൽ ചൂരക്കറി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ വേഗം പോയി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം ആദ്യമായിട്ട് വേണ്ടത് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് തിളച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. നന്നായിട്ട് വഴച്ചതിന് ശേഷം ഒരു 8 ചെറിയുള്ളിയും 2 സവാളയും അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണം പോകണം. വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായി വഴറ്റണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കണം. ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോയി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം പോയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മുളക് പൊടിയുടെയും എരിവിൻ്റെയും ഉപ്പിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെ ചേർക്കാം. അപ്പം ഞങ്ങളിവിടെ 1 കിലോ മീനാണ് എടുക്കുന്നത്. അതിനനുസരിച്ച വെള്ളവും ഞങ്ങളിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അളവിന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ചേർക്കാവുന്നതാണ്. കറി ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് വന്നപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന ചൂര ഞങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് തിളയ്ക്കാൻ വെച്ചാൽ മതി. കറി റെഡി. Thank you for watching my video.